വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ആ രാത്രി തന്നെയാണ് കാണിക്കുന്നത്. അവിടെ സത്യഭാമയുടെ വീട്ടിലെ രാജേന്ദ്രനാണെങ്കിൽ ഒരു ഓട്ടോയിൽ എത്തുന്നുണ്ട്. എന്നിട്ട് ഓട്ടോ അപ്പുറത്തേക്ക് അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്. ഡ്രൈവർ വേറെ ഉണ്ട്. എന്നിട്ട് പടിപ്പുരയൊക്കെ തുറന്ന രാജേന്ദ്രനാണെങ്കിൽ അകത്തേക്ക് കയറിയിട്ട് അടുക്കള വാതിൽ വഴി തുറന്നങ്ങ് കയറുകയാണ് ചെയ്യുന്നത്. പൊട്ട് പൊളിക്കുന്നൊന്നും കാണിക്കുന്നില്ല. തുറന്നിട്ടിരുന്ന പോലെ കുറ്റി അങ്ങോട്ട് മാറ്റി അങ്ങ് അകത്ത് കയറുന്നുണ്ട്. അതേസമയം ശാലിനി ആണെങ്കിൽ ഉറക്കമായിരുന്നില്ല. ബാക്കി എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. ശാലിനി എന്തോ ഫയലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ വന്ന് താഴേക്ക് വന്ന് നോക്കുമ്പോൾ സ്റ്റെയറിൽ കൂടി ഇങ്ങനെ രാജേന്ദ്രൻ കയറി വരുന്ന കാണുന്നുണ്ട്. ശാലിനി ആദ്യം ഒന്ന് പേടിക്കുന്നെങ്കിലും പിന്നീട് ആ കതവിൻ്റെ മറവിലേക്ക് ഒളിഞ്ഞു നിൽക്കുകയാണ്. അന്നേരം ഈ റൂമിലേക്ക് തന്നെ രാജേന്ദ്രൻ വന്നിട്ട് ആ കുഞ്ഞിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ശാലിനി ആ ഒരു ഫ്ലവർ വൈസ് എടുത്ത് രാജേന്ദ്രനെ തലയ്ക്ക് നോക്കി അടിക്കുന്നുണ്ട്. പെട്ടെന്ന് രാജേന്ദ്രൻ ഇങ്ങനെ തിരിയുന്നുണ്ട്. പക്ഷേ മുഖം ഇങ്ങനെ ആ ഒരു മങ്കി ക്യാപ്പ് വെച്ച് മറച്ചിരിക്കുന്നത് കാണുന്നില്ല. അന്നേരം കള്ളൻ ഇങ്ങനെ ശാലിനി ഉറക്കെ പൊന്നി എന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം ആ സമയം കൊണ്ട് അടി കിട്ടിയെങ്കിലും പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി ഹാളിലേക്ക് എത്തുമ്പോൾ പൊന്നി ഓടി വരുന്നുണ്ട്. അതിന് ലൈറ്റ് ഇടുന്നുണ്ട്. പൊന്നിയെ വിളിക്കുമ്പോൾ പൊന്നി ഓടി വന്ന് ലൈറ്റ് ഇടുകയാണ്. പക്ഷേ ഈ കള്ളനെ കണ്ട് പെട്ടെന്ന് പൊന്നി ഇങ്ങനെ ഇത് പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ പൊന്നി പിടിക്ക് കള്ളനാണെന്ന് പറയുന്ന ആ ഒരു ടൈമിൽ കള്ളന് വീണ്ടും അടുക്കള വാതിൽക്ക വഴി രാജേന്ദ്രനാണെങ്കിൽ ഇറങ്ങി അങ്ങ് ഓടുന്നുണ്ട്. റോഡിലേക്ക് മുറ്റത്തേക്ക് ചെല്ലുമ്പോൾ ആട്ടോ വരുന്നുണ്ട്. ആട്ടോയിലങ്ങ് കയറി പോവുകയാണ് ചെയ്യുന്നത്. അന്നേരമാണെങ്കിൽ എന്താ എന്ന് പറഞ്ഞുകൊണ്ട് സത്യാമ്മയും രഘുനേരും ഒക്കെ ഓടി വരുന്നുണ്ട്. അന്നേരം കള്ളൻ പിന്നെ പിടിക്കാൻ പറ്റിയില്ല, അങ്ങ് ഓടിപ്പോയി, ഏത് വഴി അകത്ത് കയറിയെന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വാതിലൊക്കെ അടച്ചില്ലേന്ന് പൊന്നിയോട് ഭാമ തിരക്കുന്നുണ്ട്. അന്നേരം എല്ലാം അടച്ചിരുന്നതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം കളക്ടറുടെ വീട്ടിൽ സ്വർണ്ണം മൂടി വെച്ചിരിക്കുന്ന കരുതി വന്നതായിരിക്കും, എന്തായാലും പോലീസിനെ അറിയിക്കുന്നത്, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ഒരടി ഞാൻ കൊടുത്തിട്ടുണ്ട്, അതവന് 20 കിട്ടിയത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് എന്തായാലും പോലീസിന് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ശാലിനി മുകളിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് പൊന്നിയോട് ഭാമ പറയുന്നുണ്ട്, എന്തെങ്കിലും പോയോ എന്ന് നോക്കാം. അന്നേരം കയ്യിൽ ഒന്നും ഇല്ലായിരുന്ന നേരത്തെ ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം രാഘവനാർ പൊന്നി അപ്പുറത്തേക്കൊക്കെ പോയി എല്ലാമൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം രാഘവനാർ ഭാമയോട് ചൂടാകുകയാണ്. അവനെവിടെ വിഷ്ണു, അവനിവിടെ ഇല്ലാത്തതാണ് എല്ലാത്തിനും കുഴപ്പമെന്ന് പറയുമ്പോൾ ഭാമ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അതേസമയം അവിടെ സത്യയും പപ്പിയും ഒക്കെ നല്ല ഉറക്കത്തിലാണ്. പക്ഷെ കുഞ്ഞു തൊട്ടിൽ ഇങ്ങനെ ഉണർന്ന് കളിച്ച് കിടക്കുകയാണ്. ഇതേസമയം അവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ശാരി ഇങ്ങനെ ആകെ സങ്കടം പറച്ചിൽ തന്നെയാണ്. പിന്നെ ഗോപാലകൃഷ്ണനോട് എന്നെ എന്തിനാ ഇങ്ങനെ കിടത്തിയിരിക്കുന്നത്, എന്നെ അങ്ങ് കൊന്നു കളയാൻ പറയുന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അങ്ങനെയൊന്നുമില്ല, പിന്നെ കാലിന് ചെറിയ സ്വാധീനക്കുറവല്ലേ, അതൊരു ഓപ്പറേഷൻ നടത്തിയാൽ പിന്നെ പരിഹാരം, എഴുന്നേറ്റ് നടക്കാം, അതിന് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട്, അതിന് ഞാൻ ഓടി നടക്കുകയാണ്, എന്തായാലും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അന്നേരം എൻ്റെ മോളെ പോലും എനിക്കൊരു താലോലിക്കാൻ കഴിയുന്നില്ലല്ലോ, ഒന്ന് എടുക്കാനോ ഒന്നിനും കഴിയുന്നില്ല, പിന്നെ എൻ്റെ ഈ സങ്കടങ്ങൾ, എൻ്റെ കാര്യങ്ങൾ പോലും നോക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ശാരീരിക സങ്കടപ്പെടുകയാണ്. അന്നേരം അങ്ങനെയൊന്നും പറയണ്ട, മോൾക്ക് ഭാഗ്യമൊക്കെ ഉണ്ട്, മോള് നിനക്ക് അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും ഒക്കെ ഉണ്ട്, അപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ട്, അങ്ങനെ വിഷമിക്കണ്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ കൂടപ്പിറപ്പിൻ്റെ കൂടെ നിന്നതല്ലേ, എന്നിട്ട് ഞാൻ കണ്ടതല്ലേ ആരുമില്ലാത്ത കുഞ്ഞിനെ പോലെ, എൻ്റെ അമ്മ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ പകുതി വേദന ഞാൻ സഹിച്ചാൽ മതിയായിരുന്നു, ബാക്കി അമ്മയുടെ സ്നേഹത്തിലും വാത്സല്യവും ഒക്കെ പോയേണേ, അപ്പോൾ ആ ഒരു വാത്സല്യം പോലും എനിക്ക് എൻ്റെ മോൾക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ എന്നും പറഞ്ഞങ്ങ് സങ്കടപ്പെടുകയാണ്. അപ്പോൾ നിനക്ക് എല്ലാവർക്കും എല്ലാ സുഖത്തോടു കൂടി ജനിക്കുന്നില്ലല്ലോ, അപ്പോൾ ഒരു ഭാഗ്യം നിനക്കുണ്ടാകും, ചിലപ്പോൾ മോളിലൂടെയാണെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്. അന്നേരം ഭാഗ്യം അതെനിക്ക് ഇല്ലാത്തത് തന്നെയാണ് ഉണ്ടായിരുന്നത്, എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു നല്ല കാലം ഉണ്ടായിട്ടുണ്ടോ, ഭാഗ്യക്കേട് തന്നെയാണ്, അല്ലെങ്കിൽ ഭർത്താവ് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ഇങ്ങനെ പോയില്ലല്ലോ, ജന്മന ഇങ്ങനെ കാല് വയ്യാതായിരുന്നെങ്കിൽ അത് പൊരുത്തപ്പെട്ട് പോയേനെ, പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് പോലും പറ്റുന്നില്ല, അതുകൊണ്ട് ഡോക്ടറോട് പറഞ്ഞ് എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ കഴിഞ്ഞ് തന്ന് എന്നെ അങ്ങ് തീർത്ത് കളയാൻ പറയുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിന് ഗോപാലകൃഷ്ണൻ സങ്കടം കൊണ്ടങ്ങ് എഴുന്നേൽക്കുകയാണ്. മോൾ ഇങ്ങനെയൊന്നും പറയില്ലേ, എന്നെ കൂടി സങ്കടപ്പെടുത്തരുത്, അപ്പോൾ കാശിൻ്റെ ആവശ്യമുണ്ട്, ഓപ്പറേഷൻ ഞാൻ നടത്തും, അതിപ്പോൾ ആരെ കൊന്നിട്ടായാലും ഞാൻ നടത്തും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എല്ലാവർക്കും ഓരോരോ തിരക്കുകളാണ്, അപ്പോൾ അതിൻ്റെ കൂടി കാലം സ്വാധീനത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശാരിക ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അന്നേരം മോള് വിഷമിക്കേണ്ട, എന്തായാലും കാര്യങ്ങൾ ഓപ്പറേഷൻ നടത്തി അച്ഛൻ നടത്തുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് ശാരികയെ കുറേയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ശാരിക അങ്ങ് കരയുകയാണ് ചെയ്യുന്നത്. അതേസമയം അവിടെ രാജേന്ദ്രനാണെങ്കിൽ കൃഷ്ണൻകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം കൃഷ്ണൻകുട്ടി ആകെ വഴക്ക് പറയുകയാണ്, നിന്നെ കൊണ്ട് ഇത് വല്ലതും നടക്കോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം കളക്ടർക്ക് രാത്രി ഉറക്കമില്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല ക്ലോറോഫോം കൊണ്ടുപോകണ്ടേ, അത് മണപ്പിച്ചിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ പിന്നെ നാളെ എന്നെ അവിടെ നിന്ന് വാരി വലിച്ചെടുക്കാമായിരുന്നു, ക്ലോറോഫോം എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഓർക്കാനും വരും എന്നൊക്കെ ഇങ്ങനെ രാജേന്ദ്രൻ പറയുന്നുണ്ട്. അന്നേരം നിന്നെ കൊണ്ടൊന്നും നടക്കില്ല എന്നും പറഞ്ഞ് കൃഷ്ണൻകുട്ടി വഴക്ക് പറയുകയാണ്. അന്നേരം അത് തന്നെയാണ് എനിക്കും തോന്നുന്നതെന്നൊക്കെ, അതൊരു കോമഡി രൂപം എന്നാണ് ഇവരുടെ ഒരു സംസാര രീതി
ഇത് കാണിക്കുന്നത്. അന്നേരം പെട്ടെന്ന് കൃഷ്ണൻകുട്ടി ദേഷ്യം വന്ന് ഈ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ്. രൂപ 50,000 നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്, പിന്നെ 2 ദിവസത്തിനും കൊച്ചിനെ തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ കാശ് മര്യാദയ്ക്ക് കൊണ്ടുവരണമെന്ന് പറയുകയാണ്. അന്നേരം സാറ് വിഷമിക്കേണ്ട, എൻ്റെ അവനാഴിയിൽ അവസാനത്തെ അമ്പുണ്ട്, അത് ഞാനെടുത്ത് പ്രയോഗിക്കും, അതിൽ ശാന്ത വീഴുമെന്ന് പറയുകയാണ്. അന്നേരം നിൻ്റെ ഭാര്യയെ നീ വീഴ്ത്തുകയോ കിടത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു, എനിക്ക് കൊച്ചിനെ കിട്ടിയാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം സാറ് ധൈര്യമായിട്ട് പോയിക്കോ, ഒരു കുറച്ച് ദിവസത്തെ സാവകാശം കൂടി എനിക്ക് പൊയ്ക്കോ, ഞാൻ കൊണ്ടുതരാം എന്നൊക്കെ പറയുകയാണ്. അന്നേരം അത് വിശ്വസിച്ച് കൃഷ്ണൻകുട്ടി പോകുന്നുണ്ട്. അതിനുശേഷം ആ രാത്രി തന്നെയാണ് രാജേന്ദ്രൻ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ശാന്ത നല്ല അടുക്കളയിൽ നല്ല പണിയിലാണ്. അന്നേരം ഇത് തന്നെ പറ്റിയ സമയമെന്നും പറഞ്ഞ് രാജേന്ദ്രൻ വീണ്ടും വയറുവേദന പോലെയൊക്കെ അഭിനയിച്ച് കസേരയിലേക്ക് ഇരുന്ന് കിടന്ന് നിലവിളിക്കടി, ശാന്തയെ ഓടിവാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അന്നേരം എന്താണെന്നും പറഞ്ഞ് ശാന്ത വരുന്നുണ്ട്. അന്നേരം അസുഖം വീണ്ടും കൂടി, നല്ല വയറുവേദന സഹിക്കാൻ വയ്യ, അന്നേരം എനിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുകയാണ്. അന്നേരം ഏതെങ്കിലും ധർമാശുപത്രിയിലേക്കല്ലേ, അതൊന്നും പറ്റില്ല, ഞാനിവിടെ കിടന്ന് ചാവത്തേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ഞാനിവിടെ കിടന്ന് ചത്താലെന്താ, നിനക്കൊരു കുഴപ്പമില്ലല്ലോ എന്നും പറഞ്ഞ് കസേരയിൽ നിന്ന് ഇറങ്ങി തറയിലേക്കൊക്കെ ഇരിക്കുന്നുണ്ട്. അന്നേരം നിങ്ങളുടെ അസുഖം ഭേദമാക്കണമെന്നും കോയമ്പത്തൂർ കൊണ്ടുപോയി ചികിത്സിക്കണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള പണം നമ്മുടെ കയ്യിലില്ലല്ലോ, അന്നേരം അതിനുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞു തന്നില്ലേടിയും ചോദിക്കുകയാണ്. അന്നേരം ശാന്തയ്ക്ക് ദേഷ്യം വരികയാണ്. ഇപ്പോഴും കൊച്ചിനെ കുരുതി കൊടുത്തുകൊണ്ടുള്ള ഒരു ഇതും നമുക്ക് വേണ്ടാന്ന് പറയുകയാണ്. അന്നേരം അതിന് നമ്മൾ ദ്രോഹിക്കുന്നൊന്നുമില്ലല്ലോ, അതിനെ അവർക്ക് നമ്മൾ എടുത്തു കൊടുക്കുന്നു, അവർ കൊല്ലുകയോ വളർത്തുകയോ എന്ത് വേണോ ചെയ്തോട്ടെ, അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, നമുക്ക് പണം കിട്ടിയാൽ പോരെ, എൻ്റെ അസുഖവും ഭേദമാവും, നീ ഒന്ന് സമ്മതിക്കടി എന്നും പറഞ്ഞിങ്ങനെ രാജേന്ദ്രൻ അഭിനയിച്ചൊക്കെ പറയുമ്പോൾ ശാന്ത ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇതിന് മുന്നേ അവിടെ പിന്നെ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ രാജേന്ദ്രനോട് പറയുന്നുണ്ട്, അവിടെ തണ്ടും തടിയുള്ള ഏതെങ്കിലും ആണുങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നീ സെൻട്രൽ ജയിലിൽ കിടന്നേനെ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചൊക്കെയാണ് രാജേന്ദ്രനെ വിടുന്നത്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ അവിടെ പിന്നെ സത്യഭാമയുടെ വീട്ടിൽ ഉമ്മർത്ത് പപ്പിക്ക് ഇങ്ങനെ തലയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. ശാലിനി ആണെങ്കിൽ പിന്നെ രാഘവൻ നായർ അവിടെ ഇരിപ്പുണ്ട്. അന്നേരം ഇന്നലെ രാത്രി ഏത് കള്ളനാമയുടെ കയറിയതെന്ന് പറയുന്നുണ്ട്. അന്നേരം പോലീസിനെ പറഞ്ഞിട്ടുണ്ട്, പോലീസ് അങ്കിൾ പിടിക്കുമെന്നൊക്കെ പറയുകയാണ്. അന്നേരം ആരായിരിക്കും വന്നതെന്നൊക്കെ രാഘവൻ നായർ ചിന്തിച്ചിരിക്കുന്നുണ്ട്. അന്നേരത്തേക്കാണെങ്കിൽ സത്യഭാമയും അവിടേക്ക് വരികയാണ്. അന്നേരം ഇനി മുടിയൊക്കെ തനിയെ കെട്ടാറായി കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അന്നേരം ഞങ്ങളും ഒരു ദിവസം കെട്ടും എന്നൊക്കെ ഇങ്ങനെ പപ്പിയും പറയുന്നുണ്ട്. പക്ഷേ ആർക്കും ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ അതൊക്കെ ആയിട്ട് തിരിച്ചങ്ങോട്ട് വന്നിരിക്കുന്നുണ്ട്. അന്നേരം പിന്നെ രാഘവൻ നായർ അല്ല, ശാലിനി ആണെങ്കിൽ പപ്പിയോട് പറയുന്നുണ്ട്, ഈ പ്രായത്തിൽ ഞങ്ങളാണെങ്കിൽ വീട്ടിലെ പണികളും ചെയ്ത് ചോറും ഒക്കെ ഉണ്ടാക്കിയാണ് സ്കൂളിലേക്ക് പോകുന്നത്. അന്നേരം ശാരദാമ്മ ഒന്നും ചെയ്യില്ലേന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് അവിടെ പിടിപ്പത് പണിയില്ലേ എന്നൊക്കെ പറയുകയാണ് കടയിൽ. അപ്പോഴത്തേക്ക് പിള്ളയും അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. തുടർന്നാണ് റസാഖാണെങ്കിൽ സ്റ്റേഷനിൽ കുറേ പോലീസുകാരൊക്കെ ആയിട്ട് സ്റ്റേഷനിൽ നിന്ന് അവിടത്തേക്ക് ജീപ്പിൽ ഇങ്ങനെ വന്നിറങ്ങുന്നുണ്ട്. അന്നേരം പൊന്നിയെ വിളിക്കുകയാണ് ശാലിനി ആണെങ്കിൽ, സത്യം എവിടെയും ചോദിച്ചു. അന്നേരം ഇവിടെ മുടി കെട്ടി കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ പപ്പിയും പറഞ്ഞു വിടുന്നുണ്ട്, ബാക്കി പൊന്നി ആൻറ്റി ചെയ്തു തരുമെന്നും പറഞ്ഞു. അന്നേരം ആണെങ്കിൽ പിന്നെ രാഘവൻ നായരുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. റസാഖ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാണ് കണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഞാനാണ് കണ്ടത്, ഒരടി എന്തായാലും കൊടുത്തിട്ടുണ്ട്, നല്ലപോലെ കിട്ടിയിട്ടുണ്ട്, മങ്കി ക്യാപ്പൊക്കെ വെച്ചാണ് വന്നതെന്ന്. അന്നേരം ഭാമ പറയുന്നുണ്ട്, മലയും വളയൊക്കെ ഉണ്ടോ എന്നറിയാൻ വന്നതായിരിക്കും, പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല, കഴുത്തറുത്തിട്ടായിരുന്നു അവന്മാർ കൊണ്ടുപോയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. രാഘവൻ നായർ പറയുകയാണ്, ഇനി വരുന്നത് ചിലപ്പോൾ വല്ല ആയുധമൊക്കെ കൊണ്ടാണെങ്കിലോ എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഒരടി എന്തായാലും അവൻ ഏറ്റിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം റസാഖ് പറയുന്നുണ്ട്, പിന്നെ വേറെ എങ്ങും കയറിയതായിട്ട് ഇന്നലെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പിന്നെ സ്ഥലത്തെ പ്രധാന കള്ളന്മാരെയൊക്കെ വിളിച്ചന്വേഷിക്കാം, മങ്കി ക്യാപ്പ് വെച്ച് ധരിച്ച് വരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് കഴിയുമല്ലോ, നൈറ്റ് പെട്രോളിംഗ് ഒക്കെ ശക്തമാക്കാം എന്ന് പറഞ്ഞിട്ട് റസാഖ് പോകുന്നുണ്ട്. അന്നേരമാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അന്നേരം പിള്ള ഈ കുഞ്ഞിനെ തന്നെ നോക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി ആണെങ്കിൽ കുഞ്ഞിനെ പൊന്നിയുടെ നിന്ന് വാങ്ങുകയാണ്. അന്നേരം പിള്ളയ്ക്കും രാഘവൻ നായർക്കും അതൊക്കെ കൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം ആണെങ്കിൽ രാമേട്ടൻ ഇതിന് വന്നില്ലല്ലോ, പോകാനുള്ള സമയമായെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം കുഞ്ഞിനെ നോക്കാനായിട്ട് ഞാൻ ശാന്തേച്ചിയോട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് സത്യമ്മയോട് പറയുകയാണ്. അന്നേരം അത് നന്നായി, പൊന്നിയെ കൊണ്ട് എല്ലാ കാര്യവും കൂടി പറ്റില്ല എന്ന് പറയുകയാണ്. അതേസമയം പിന്നെ രാമേട്ടനാണെങ്കിൽ വണ്ടിയും കൊണ്ട് വരുന്നുണ്ട്. അന്നേരം കുഞ്ഞിനെ ശാലിനി ആണെങ്കിൽ പൊന്നിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ശാലിനിയും പോകുന്നുണ്ട്. സത്യയോടും പപ്പിയോടും സമയത്ത് ഇറങ്ങണമെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് പോകുന്നത്. തന്നെ കുട്ടികളാണെങ്കിൽ ഒരുങ്ങി റെഡിയായി സ്കൂളിലേക്ക് പോകാൻ റെഡിയായി വരുന്നുണ്ട്. അന്നേരം കുഞ്ഞിനെ പിന്നെ ഞങ്ങളുടെ മടിയിലേക്ക് വെച്ച് തരുമെന്നും പറഞ്ഞ് ചോദിക്കുകയാണ്. അന്നേരം പിന്നെ രാഘവൻ നായർ പറയുന്നുണ്ട്, വേണ്ട, പൊന്നി വെച്ച് കൊടുക്കാൻ പോകുമ്പോൾ വേണ്ട, കുഞ്ഞിനെ അങ്ങനെയൊന്നും കൊടുക്കണ്ട, പൊന്നി എന്നെ എടുത്താൽ മതി എന്ന് പറയുകയാണ്. അന്നേരം കുഞ്ഞുങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ രാഘവേട്ട എന്നിങ്ങനെ ഭാമ പറയുകയാണ്. തുടർന്ന് പൊന്നിയാണെങ്കിൽ ഇങ്ങനെ പപ്പിയുടെ പിന്നെ മടിയിലേക്ക് കുഞ്ഞിനെ പപ്പിയുടെ മടിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പിന്നെ പിള്ളയാണെങ്കിൽ പറയുന്നുണ്ട്, അതൊന്നും വേണ്ടാന്നൊക്കെ പറയുകയാണ്. ദിവസം പക്ഷേ പെട്ടെന്നാണെങ്കിൽ കുഞ്ഞിങ്ങനെ മൂത്രം ഒഴിക്കുന്നുണ്ട്. അന്നേരം അയ്യേ നനഞ്ഞു എന്നിങ്ങനെ പപ്പി പറയുകയാണ്. അന്നേരം കുഞ്ഞു മുള്ളി എന്ന് പറയുന്നുണ്ട്. അന്നേരം പാവാട മൊത്തം നനഞ്ഞല്ലോ എന്നിങ്ങനെ പറയുകയാണ്. ഇത് ഇട്ടുകൊണ്ട് ഇനി എങ്ങനെ സ്കൂളിൽ പോവും എന്ന് പറയുകയാണ്. അന്നേരം അതിനെന്താ, യൂണിഫോം അങ്ങ് മാറ്റിയാൽ മതിയല്ലോ എന്നിങ്ങനെ സത്യഭാമൻ പറയുന്നുണ്ട്. അന്നേരം പൊന്നു പറയുകയാണ്, അയ്യോ മറ്റു യൂണിഫോമൊക്കെ നനച്ചിട്ടിരിക്കുകയാണ് എന്ന്. അന്നേരം അയ്യോ എൻ്റെ പരീക്ഷ എന്നും പപ്പി എന്നും പറഞ്ഞ് സത്യമാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം പിള്ള പറയുന്നുണ്ട്, പിന്നെ രാഘവൻ
രാഘവനാരോട് പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്, അനുഭവിക്കുക തന്നെ എന്നിങ്ങനെ പറഞ്ഞ് പിള്ളേർക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇതേ സമയത്താണെങ്കിൽ ശാന്തയാണെങ്കിൽ വരുന്നുണ്ട്. അന്നേരം ശാന്ത വരികയാണ്. അന്നേരം കുഞ്ഞിനെ നോക്കാൻ വരുമെന്ന് ശാലിനി പറഞ്ഞെന്ന് ഭാമ പറയുന്നുണ്ട്. അന്നേരം പപ്പി ഇങ്ങനെ ഈ പിന്നെ പാവാടയാണെങ്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം മോളെന്താ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പപ്പിയുടെ ഇതിൽ പിന്നെ കുഞ്ഞു മുള്ളി എന്ന് പറയുകയാണ്. അന്നേരം യൂണിഫോം മാറ്റിയാൽ പോരെ ചോദിക്കുമ്പോൾ അതെല്ലാം നനച്ചിട്ടിരിക്കുകയാണെന്ന് കുഞ്ഞ് പറയുന്നുണ്ട്. അന്നേരം അതിനെന്താ കഴിയാൽ പോരെ, കഴുകിയിട്ടങ്ങ് തേച്ചാൽ മതി, അയൺ ചെയ്താൽ മതി എന്ന് ശാന്ത പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശിവനും പിന്നെ കമലിനും കൂടി ബുള്ളറ്റിൽ വരുന്നുണ്ട്. അന്നേരം അവരെത്തി എന്ന് പറയുകയാണ്. അന്നേരം മക്കളെ പോവാമെന്നിങ്ങനെ കമലം പറയുകയാണ്. അന്നേരം കമലിനെങ്കിലാണോ ഞങ്ങളെ കൊണ്ടുപോകുന്നത് എന്നിങ്ങനെ സത്യ ചോദിക്കുകയാണ്. അന്നേരം അല്ല, ആശാൻ തന്നെയാണ്, ഞാനൊരു വെറുതെ ഒരു കൂട്ടിന് വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ കമലിനെ വിളിച്ചുകൊണ്ട് ശിവനകത്തേക്ക് കയറിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അന്നേരമാണെങ്കിൽ പോവാമെന്ന് പറയുമ്പോൾ കുഞ്ഞിങ്ങനെ മുള്ളി എന്ന് പറയുകയാണ്. അന്നേരം അതൊന്ന് കഴുകി അയൺ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അന്നേരം തുടർന്ന് ശാന്താൻ്റെ കഴുകി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പപ്പിയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അന്നേരമാണെങ്കിൽ രാഘവനേരി ചോദിക്കേണ്ട, വിഷ്ണു നീ ഇന്നലത്തെ കാര്യമൊക്കെ അറിഞ്ഞില്ലേ, വീട്ടിനകത്താണ് കള്ളം കയറിയത് എന്ന് പറയുന്നുണ്ട്. അതിന് മുന്നേ പറയുന്നുണ്ട്, അപ്പോൾ സ്കൂളിൽ പോകാൻ വൈകില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ശിവനാണെങ്കിൽ. അന്നേരം പിന്നെ പാവാട ഇല്ലാതെ പോകാൻ പറ്റൂ എന്നിങ്ങനെ ചോദിച്ച് രാഘവനേരി ദേഷ്യപ്പെടുകയാണ്. അതിനുശേഷമാണ് പറയുന്നത് കള്ളൻ ഇങ്ങനെ അകത്ത് കയറി. അങ്ങനെ കള്ളനോ എന്ന് പറഞ്ഞ് ശിവൻ അങ്ങോട്ട് ചാടി ഇരുന്നേക്കാണ്. ഇത്രയുമേ ഈ എപ്പിസോഡിൽ കാണിക്കത്തുള്ളൂ. അപ്പോൾ അവിടെ വീണ്ടും കുറേ കുഞ്ഞിൻ്റെ ദോഷങ്ങളായിട്ട് വീണ്ടും അവിടെ പിള്ളയാണെങ്കിൽ കുറേ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ശാന്ത വരുമ്പോൾ ശാന്ത ഇനി കുഞ്ഞിനെ എടുത്ത് ഇനി എന്തെങ്കിലും കൊടുക്കുമോ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒരിക്കലും വീണ്ടും ശാന്ത കാരണമാണ് അവിടെ വിഷ്ണുവിന് കോടതിയിലേക്ക് കയറേണ്ടി വന്നൊരു മാല വിഷ്ണുവിൻ്റെ ഓട്ടോയിൽ വെച്ച് ഒരു കുട്ടി പിന്നെ കല്യാണത്തിനെടുത്ത ആ ഒരു ആഭരണം പോയില്ലേ, അതുവഴി പോയതുപോലെ ഇനി ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്തൊക്കെയാകും എന്നുള്ളത് നമുക്ക് ഒരു എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.